ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് തൈരും ഓട്സും ചിയാ സീഡും കൂടെ ചേർത്തൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് ഞാൻ 2-3 സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇട്ടാൽ മതി, നന്നായി കുതിർന്ന് കിട്ടും. വേഗം നമുക്കത് കുറുക്കിയെടുക്കാനായിട്ട് നല്ലതാണ്, പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ തൈര് എടുത്തിട്ടുണ്ട്. അധികം കട്ടകളൊന്നും ഇല്ലാത്ത തൈരാണ്. കട്ടകളുണ്ടെങ്കിൽ തന്നെ അതിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് നമ്മൾ ഉടച്ചെടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ ചിയാ സീഡും കൂടി ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കല്ല 15 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കാം. തൈരിൽ കിടന്ന് ചിയാ സീഡ് കുതിർന്ന് വരും. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഓട്സ് ഒന്ന് കുറുക്കിയെടുക്കണം. ഓട്സ് നന്നായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ. അതായത് ഇതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഓട്സിൻ്റെ ചൂടൊന്ന് കുറച്ച് കുറയാൻ വേണ്ടി നമ്മൾ കുറച്ചൊന്ന് ഇളക്കിയിട്ട് പിന്നീട് ഇത്തിരിയുടെ ചൂട് കുറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കി അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്യാനെടുക്കുന്ന 3 ബദാമും 2 കാഷ്യൂ നട്ട്സും 1 വാൽനട്ടും ഇട്ട് നമ്മുടെ കയ്യിൽ എത്ര നട്ട്സ് അവൈലബിൾ ആണോ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വളരെ കുറവ് ക്വാണ്ടിറ്റിയാണ് ഓട്സ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആ ഓട്സ് തണുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തൈരിൽ കുതിർത്ത ചിയാ സീഡും തൈരും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് ചിയാ സീഡ് ഒരു 15 മിനിറ്റ് മതി, കുതിർന്ന് കിട്ടും. ചിയാ സീഡിൽ ധാരാളം ഫൈബറും ഒക്കെ അടങ്ങിയിരുന്നുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ തൈരും ഓട്സും ചിയാ സീഡും കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനായി സഹായിക്കും. ഇതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, തൈര് നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകളുടെ സ്റ്റൊമക്കിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ഒരുപാട് പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ബദാം നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അധികം ബ്രൗൺ കളറാവണ്ട, ലൈറ്റ് യെല്ലോയിഷ് കളറായാൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറിയ കളറാകുമ്പോൾ തന്നെ നമുക്കത് നിർത്തി വെക്കാം. അത് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഓട്സും തൈരിലേക്കും കൂടെ ചേർക്കണം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. കാരണം ഇതിനകത്ത് പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, തൈരിലെ ഗുഡ് ബാക്ടീരിയകളൊക്കെ വളർച്ചയ്ക്ക് നല്ലതാണ്. പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ കഴിക്കണമെന്നില്ല, രാത്രിയിൽ ചോറിന് പോരെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലും മതി. അപ്പം എല്ലാവരും ഇതുപോലെ ഒരു തൈരും ഓട്സും ചിയാ സീഡും ഒക്കെ ചേർന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ ഡിന്നറോ റെഡിയാക്കി കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ, സീ യു.